ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60 വണ്ടിയാണ്. അതിൻ്റെ ആക്സിലേറ്റർ റേസിംഗ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 2 ആക്സിലേറ്റർ കേബിൾ 2 വരാം. അപ്പോൾ അതിനകത്ത് ഒരു കേബിൾ പെട്ടെന്ന് ഡാമേജിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ മാറ്റുമ്പോൾ 2 കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ തൽക്കാലം അത് വലിയ റേസിങ് വരാത്ത രീതിയിലേക്ക്, മറ്റേത് ആക്സിലേറ്റർ കൊണ്ട് തിരിച്ചു വെച്ച് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത് പോകുന്തോറും വീണ്ടും കംപ്ലയിൻറ്റ് വരും കേട്ടോ അത്. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴേലും സമയം പോലെ ഒന്ന് മാറ്റണേഴ്സ് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ബ്രേക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല തന്നെ. ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ടല്ല ബ്രേക്ക് കിട്ടണേ. അപ്പോൾ അതും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് 2 ദിവസം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കി ഇടയ്ക്ക് അത് മാറ്റി കളഞ്ഞാന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ പെട്ടെന്ന് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ആ കേബിൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം പോലെ അതൊന്ന് കയറ്റി മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളൂ.